ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ ഗുരുനാഥൻ ബഹുമാനപ്പെട്ട ഏറെ ആദരണീയനായ കണിച്ചായച്ചൻ CMI ജ്ഞാനപ്രകാശം എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന അച്ഛൻ ദൈവത്തിരുസന്നിധിയിലേക്ക് യാത്രയായി. അച്ഛൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ പ്രാർത്ഥനാപൂർവം ആദരാഞ്ജലികൾ. ചിന്തിക്കുന്നവരുടെ എണ്ണം സഭയിൽ വല്ലാതെ കുറഞ്ഞു പോയിരിക്കുന്നു. കഴിഞ്ഞ വർഷം ചാലക്കുടി CMI ആശ്രമത്തിൽ ഗുരുവിനെ കാണാൻ പോയ ശിഷ്യനോട് കണിച്ചായച്ചൻ മുഖ്യമായി പറഞ്ഞത് ഇതായിരുന്നു: ചിന്തിക്കാൻ ധൈര്യപ്പെട്ട ഗുരു കടന്നു പോകുന്നു ലോഗോസിന്റെ സ്വന്തം ലോകത്തിലേക്ക്. കാരുണ്യവാനായ കർത്താവ് അങ്ങയോട് കരുണ കാണിക്കട്ടെ. കണിച്ചായച്ചൻ യാത്രയായി. കണിച്ചായി അച്ഛൻ്റെ ക്ലാസ്സുകൾ ഞാൻ ആദ്യമായി കേൾക്കുമ്പോൾ എനിക്ക് 20 വയസ്സ് തികഞ്ഞിരുന്നില്ല. തത്വശാസ്ത്ര ബിരുദത്തിന് പഠിക്കുമ്പോഴായിരുന്നു അത്. ലോജിക്കും എപ്പിസ്റ്റമോളജിയും ജ്ഞാനശാസ്ത്രം കണിച്ചായച്ചൻ ഞങ്ങളെ അന്ന് പഠിപ്പിച്ചത്. കണിച്ചായച്ചൻ്റെ ക്ലാസ്സുകൾ രസകരമായി അന്ന് തോന്നിയിരുന്നു. രസകരമായിരുന്നത് കൊണ്ട് തന്നെ ലളിതമായും തോന്നി. എന്നാൽ അവയുടെ ഉള്ളടക്കം വളരെ ഗഹനമായിരുന്നു. ഹർസൽ, മെർലെപോണ്ടി, കീർക്കഗാർഡ്, സച്ചർ, മാർസൽ, ഡെസ്കാർട്ടസ്, ഫിക്ചെ, ഷെല്ലിംഗ്, ഹേഗൽ, കാണ്ട്, ഹ്യൂമെ, ലോക്ക്, ബെർക്ക്ലി തുടങ്ങിയവരുടെ ജ്ഞാനദർശനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അച്ഛൻ ഞങ്ങളുടെ ചിന്താശക്തി വർദ്ധിപ്പിച്ചു. ഇവരൊക്കെ ആരെന്ന് പോലും അറിയില്ലാതിരുന്ന പ്രായത്തിലും സമയത്തുമായിരുന്നു അത്. അന്ന് ഇവരെക്കുറിച്ച് പഠിക്കുക എളുപ്പമായിരുന്നില്ല. ക്ലാസ്സിനിടയിൽ കണിച്ചായച്ചൻ പറഞ്ഞിരുന്ന തമാശകളും അത് ആസ്വദിച്ചുള്ള ഞങ്ങളുടെ പൊട്ടിച്ചിരികളും വിഷയത്തിൻ്റെ വിരസത അകറ്റിക്കളഞ്ഞിരുന്നു. പഠിപ്പിച്ചവ പലതും പലർക്കും കൃത്യമായി മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അതിൽ കള്ളമില്ല. എനിക്ക് പലതും മനസ്സിലായിരുന്നില്ല. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി അകലെ നിന്ന് കാണുന്ന എന്നെപ്പോലെയുള്ളവർക്ക് വളരെ ലളിതമായും വിനീതമായും തോന്നി. എന്നാൽ അച്ഛൻ ഞങ്ങൾ താമസിച്ചിരുന്ന സെമിനാരിയിൽ മാസധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ചിലപ്പോഴൊക്കെ വരുമായിരുന്നു. അപ്പോഴെല്ലാം അനുഭവ ദർശനം എന്ന വിഷയമാണ് ചിന്തയുടെ ദർശനം അതിലൊരു പ്രധാന ഭാഗമായിരുന്നു. വിചിന്തനപരമായ ധ്യാന ചിന്തകൾ അല്ലെങ്കിൽ ക്ലാസ്സുകളായിരുന്നു അവ. ജ്ഞാനദർശനം പോലെ വിരസമായ വിഷയാവതരണമായിരുന്നില്ല. അച്ഛൻ ആഴമായും വിഷയത്തിൽ ലയിച്ച് അനുഭവത്തിൻ്റെ തത്വശാസ്ത്രത്തെക്കുറിച്ചും ചിന്തയുടെ തത്വശാസ്ത്രത്തെക്കുറിച്ചും ഞങ്ങളോട് സംസാരിക്കുമായിരുന്നു. അത് സ്വച്ഛന്തമായി ഒരരുവി ഒഴുകുന്ന പോലെ ആയിരുന്നു. കേൾവിക്കാരായ ഞങ്ങൾക്ക് അത്ഭുതത്തോടെ കേട്ടിരിക്കാനും അച്ഛൻ പറയുന്നതെല്ലാം കുറിച്ചെടുക്കുവാനും തോന്നി. അനുഭവം എന്ന വിഷയത്തെക്കുറിച്ചും പൗരോഹിത്യത്തെക്കുറിച്ചും ചിന്ത എന്ന വിഷയത്തെക്കുറിച്ചും അച്ഛൻ ദാർശനികമായി സംസാരിക്കുവാൻ അച്ഛൻ എങ്ങനെ സാധിക്കുന്നുവെന്ന് ഇന്നും അത്ഭുതത്തോടെ മാത്രമേ ഓർക്കാനാവുകയുള്ളൂ. കണിച്ചായച്ചൻ്റെ സന്യാസത്തെക്കുറിച്ചുള്ള പൗരോഹിത്യത്തെക്കുറിച്ചുള്ള കൃതികളിലും ജ്ഞാനപ്രകാശം എന്ന തൂലികാ നാമത്തിലും മറ്റ് തൂലികാ നാമങ്ങളിലും എഴുതിയ ധ്യാനാത്മക കൃതികളിലും അച്ഛൻ്റെ അനുഭവ ദർശനത്തിൻ്റെയും ചിന്താ ദർശനത്തിൻ്റെയും ശൈലി പ്രതിഫലിക്കുന്നത് കാണുവാനാകും. നിത്യതയിൽ നിത്യമായി കണിച്ചായച്ചൻ്റെ അച്ഛൻ ചിന്തകളെക്കുറിച്ചുള്ള ചിന്തകൾ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കണിച്ചായച്ചൻ ശാന്തമായി സൗമ്യമായി കാലത്തോട്, ചരിത്രത്തോട്, വിശ്വാസത്തോട്, മനുഷ്യരോട് ആഴത്തിൽ സ്നേഹത്തിൽ സംവദിച്ച ഒരു ദാർശനികനായിരുന്നു. ക്രിസ്തുവിനെയും അവൻ്റെ സുവിശേഷത്തെയും ഭാരതീയ ആത്മീയതയുടെ ആഴങ്ങളോട് അച്ഛൻ പലപ്പോഴും ചേർത്ത് വായിച്ചിരുന്നു. അങ്ങനെ പ്രകാരം ചേർത്ത് വായിച്ച, ചിന്തിച്ച, വ്യാഖ്യാനിച്ച ഒരു മഹാപണ്ഡിതൻ. ജീവിതത്തിലുടനീളം അച്ഛൻ വാക്കിലും പ്രവൃത്തിയിലും ലളിത ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു. ഇപ്രകാരം ജീവിച്ച വിശുദ്ധിയുള്ള, പ്രാർത്ഥിക്കുന്ന ഒരു ഉത്തമ വൈദികൻ. ബാംഗ്ലൂർ ധർമ്മരാമിലെ ഫിലോസഫി പഠനത്തിൻ്റെ ആദ്യ നാളുകളിൽ
ഭാരതീയ ആധ്യാത്മികതയുടെ അഗാധമായ ജ്ഞാന വെളിച്ചത്തിലേക്ക് എൻ്റെ മനസ്സിനെയും ചിന്തകളെയും ഒക്കെ മലർക്കെ തുറന്ന ഒരു ഗുരുവായിരുന്നു കണിച്ചായി അച്ഛൻ. അച്ഛൻ്റെ ലളിത ജീവിതത്തിലൂടെ അച്ഛൻ വീണ്ടും വീണ്ടും പകർന്ന ഒത്തിരിയേറെ പാഠങ്ങളുണ്ട്. മൗനത്തേക്കാൾ ആഴമുള്ളവയാണ് അവയെല്ലാം. പ്രാർത്ഥനയിലൂടെ, പഠനത്തിലൂടെ, ധ്യാനത്തിലൂടെ അങ്ങ് ഉള്ളിലറിഞ്ഞ ജ്ഞാനപാഠങ്ങൾ സ്നേഹത്തോടെ പകർന്നു തന്നത് ഏറെ നന്ദിയോടെ, ആദരവോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കണിച്ചായച്ച അങ്ങ് ജ്ഞാനപ്രകാശം എന്ന തൂലികാനാമത്തിൽ എഴുതിയ ഒത്തിരിയേറെ അനശ്വര കൃതികൾ നാളത്തെ സമൂഹത്തിന്, തലമുറയ്ക്ക് ഇനിയും ആഴത്തിൽ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അച്ഛന് സ്നേഹപൂർവം, നന്ദിയോടെ, പ്രാർത്ഥനകളോടെ നിത്യശാന്തി നേരുന്നു. അങ്ങ് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങളെയും ഓർക്കണമേ.